കേരളത്തിൽ നിന്ന് 21 അംഗ വനിതാ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ദുബൈയിലെത്തി. UAE-യിൽ ആളുകൾ കൂടുന്ന മിക്ക സ്ഥലങ്ങളിലും നിരീക്ഷിക്കുകയാണ് ഈ വനിതാ ASIമാർ. ഇന്നലെ അബുദാബി നഗരത്തിൽ അരിച്ചുപെറുക്കിയ ഈ പോലീസുകാർ പക്ഷേ കേസ് അന്വേഷണത്തിനല്ല ഗൾഫിലെത്തിയത്. കേരളത്തിൽ നിന്ന് ഒരു 21 അംഗ വനിതാ പോലീസ് സംഘം ദുബൈയിലെത്തിയിരിക്കുകയാണ്. എന്താണ് കേരള പോലീസിന് ദുബൈ നഗരത്തിൽ കാര്യം? പോലീസ് കാര്യത്തിന് വന്നതല്ല, ഞങ്ങളൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ പാക്കേജിൽ വന്നവരാണ്. നിങ്ങളെല്ലാവരും ഒരേ ബാച്ചുകാരാണോ? അതെ, എല്ലാവരും ഒരേ ബാച്ചുകാരാണ്. ഇതിപ്പോൾ ആദ്യ വിദേശയാത്രയാണോ നിങ്ങളുടെ? അല്ല, രണ്ടാമത്തെ വിദേശയാത്രയാണ്. ആദ്യം ഞങ്ങളൊരു ഏഷ്യൻ രാജ്യമായ തായ്ലൻഡ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗൾഫ് കൺട്രി ആയിട്ട് ഒരു അറേബ്യൻ രാജ്യത്തേക്ക് വന്നതാണ്. എങ്ങനെയുണ്ട് ദുബൈ? ദുബൈ അടിപൊളിയല്ലേ, ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ഞങ്ങൾ എല്ലാ വർഷവും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തേക്കൊരു ടൂർ പോവാറുണ്ട്. ഇപ്രാവശ്യം അത് ദുബായിലേക്കാക്കി. നമ്മൾ കേട്ടറിഞ്ഞൊന്നും കുറേ വ്യത്യാസമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ. വളരെ നമ്മളെ നാട്ടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയൊന്നും ഇവിടെ കാണുന്നില്ല. എന്നാലും ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷനും ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ നിയമങ്ങളും ഇവിടെയൊക്കെ വളരെ നമ്മളെ നാടിനേക്കാളും വളരെ നീറ്റായിട്ട് തോന്നി. എവിടെയാണ് നിങ്ങൾ ബാച്ച് ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്? തൃശ്ശൂർ കപ്പ ട്രെയിനിങ് സെൻറ്ററിലാണ് ഒന്നിച്ചുണ്ടായിരുന്നത് ആദ്യമായിട്ട്. ഇപ്പം ഞങ്ങൾ 23 വർഷത്തെ സർവീസായി. എല്ലാവരും ASIമാരാണ്. വിവിധ ജില്ലകളിൽ വിവിധ സ്റ്റേഷനുകളിൽ പണിയെടുത്തു വരുന്നു. നിയമപാലക എന്നുള്ള നിലയ്ക്ക് ദുബൈയിലെത്തിയിട്ട് എന്താണ് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത്? നിയമം റോഡ് നല്ല രസമാണ്. കാരണം ഒരു റഷില്ലാതെ നമ്മൾ നല്ല രീതിയിൽ പോകുന്നത്. മൊത്തത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ സൂപ്പറാണ്. നമ്മൾ കുറച്ച് ദിവസം കൂടെ നിൽക്കാനുള്ളൊരു നല്ലൊരു ആഗ്രഹം. പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പോകണം. ഇനിയും പറ്റുമെങ്കിൽ ഇനിയും ഒരു തവണ കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇവിടുത്തെ എന്തെങ്കിലും നാട്ടിൽ നടപ്പാക്കണം എന്ന് തോന്നിയിരുന്നു? ഇവിടുത്തെ നിയമമാണ് ഏറ്റവും സ്ട്രിക്റ്റ്. അതായത് ഇവിടുത്തെ വാഹനങ്ങൾ പോകുന്നത്, നമ്മളുടെ അവിടെ വാഹനങ്ങൾ തൊട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, വാഹനങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ കാൽനടക്കാർക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ കടക്കലല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മൾ കടക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി കുറച്ചപ്പുറത്ത് അവിടെ നിർത്തിയിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ ഇടിക്കും, പക്ഷേ ഒന്നുമില്ല. ആ സൈഡിൽ നിർത്തിയിട്ട് നമ്മളോട് അവർ കടന്നു പോകാനാണ് പറയുന്നത്. നമ്മൾ കടന്നതിന് ശേഷം മാത്രമേ വാഹനം എടുക്കുന്നുള്ളൂ. അത് സൂപ്പറാണ് ഇവിടുത്തെ. നമ്മുടെ ഈ ബാച്ചിൻ്റെ നെടുന്തൂൺ എന്ന് പറഞ്ഞത് നമ്മുടെ കോഴിക്കോടുള്ള KK പ്രേമലത മേഡാണ്. ഞങ്ങളുടെ ഈ വിദേശത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി തരുന്ന ഈ ഒരാളാണ്. ഇവരില്ലെങ്കിൽ ഇതില്ല. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വിദേശയാത്രയാണ്. ആദ്യത്തെ തായ്ലൻഡ്, രണ്ടാമത്തെ ദുബായ്. ബന്ധുക്കളൊക്കെ കാണാൻ പറ്റുമോ? ബന്ധുക്കളൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഏച്ചിയുടെ മകളും മകനും ഇവിടെയുണ്ട്, ഭർത്താവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വന്ന് കണ്ടുപോയതേ ഉള്ളൂ. എല്ലാം കൊണ്ട് മനസ്സ് സന്തോഷമായി. ഇവിടെ വന്നിട്ട് ഏതെങ്കിലും പോലീസുകാരെ കാണാനൊക്കെ പറ്റിയായിരുന്നോ? പോലീസുകാരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റിയില്ല. ഈ യാത്ര സാധ്യമാക്കിയ ആള് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാസിൽ. ഞാൻ മാപ്സ് ആൻഡ് കോമ്പസ് ആൻഡ് ട്രാവൽ സൊല്യൂഷൻ്റെ ഭാഗമാണ്. മഞ്ചേരിയിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ള പരാതി ഉണ്ട് അവർക്ക്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ലീഗൽ ടൈം വെച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്തെങ്കിലും പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടാക്കാൻ നടക്കും. ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ളവരാണ്? ഞങ്ങൾ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് ലോകത്തിലെല്ലായിടത്തും പറഞ്ഞു നടക്കാൻ ഭയങ്കര ആഗ്രഹം. അതായത് നമ്മുടെ ആ ടെൻഷനിൽ നിന്നൊന്ന് മാറി ഒരു കുറച്ച് ദിവസമെങ്കിലും റിലാക്സ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അവസരം, അതായത് ലീവ് തന്ന എല്ലാ സപ്പോർട്ടും തന്ന ഞങ്ങളുടെ എല്ലാ ജില്ലകളിലെയും മേലുദ്യോഗസ്ഥരോട് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇപ്പം നമ്മുടെ കുടുംബം, കുട്ടികൾ, ഫാമിലി, നാട് ഒക്കെ വെച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ സ്പാരോസാണ്. ഇവിടെ ഞങ്ങൾ പോലീസുകാരല്ല. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ കുട്ടികളായിട്ട് വരെ ഞങ്ങൾ പെരുമാറും ഇവിടെ എല്ലാവരോടും. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ പറന്ന് നടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ സ്പാരോസ്. എന്തായാലും കാക്കിക്ക് അവധി നൽകി കുറച്ച് ദിവസം കൂടി ഈ സ്പാരോസ് ദുബൈയിൽ പറന്ന് നടക്കും. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.